ഇന്ന് നമുക്കൊരു ചളിങ്ങാട് ദം ബിരിയാണി ഉണ്ടാക്കാം. അതിനാവശ്യമുള്ളത് തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് പുതിന, കുറച്ച് മല്ലിയില. ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അത് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തക്കാളി, ഉള്ളി, അതേപോലെ മല്ലിയില, പുതിന ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് മെയിനായിട്ടുള്ള സാധനമാണ് നമ്മളെ പുതിന അരച്ചത്. അതാണ് ഇതിലേക്ക് മെയിൻ. പിന്നെ നമ്മളെ ഇഞ്ചി പച്ചമുളക് ചതച്ചത്. അതിന് ശേഷം നമ്മളെ മട്ടൻ കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിച്ചെടുത്തതാണ്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള ആഡ് ചെയ്യാം. അതിനുശേഷം തക്കാളി ആഡ് ചെയ്യാം. നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിൽ മല്ലിയില, കുറച്ച് ഇഞ്ചി പച്ചമുളക് ചതച്ചത്. പിന്നെ അതിലേക്ക് വേറെ മസാലകളൊന്നുമില്ല. കല്ലുപ്പ്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. വേറെ മസാലകളൊന്നും ഇതിൽ വേറെ ഇല്ല, പൊടിപടലങ്ങളൊന്നുമില്ല. ഈ മസാലകൾ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യണത്. അതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാന് അടുപ്പത്ത് വെക്കുക. ആ പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കൂടാണ്ട് കുറച്ച് സൺഫ്ലവറും കൂടെ അതിൻ്റെ ഒപ്പം ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ആ ഉള്ളി ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചോറ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ആ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏലക്ക, കരയാമ്പൂ, കറുവപ്പട്ട ഒക്കെ ആഡ് ചെയ്ത് അതിലേക്ക് ലേശം സവാളയും ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറ്റിയാൽ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 1.5 ഗ്ലാസ് വെച്ചിട്ട് വെള്ളം ആഡ് ചെയ്യുക. അതിനുശേഷം മല്ലിയില, പുതിനയില, കുറച്ച് ഇഞ്ചി പച്ചമുളക് ചതച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തതിൽ ബാക്കിയുള്ള ഓയിലിലേക്ക് ആ അരി ഒന്നിട്ട്, ജീരകശാല അരിയാണ്, അതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പിട്ട് റെഡിയാക്കുക. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ശേഷം ഇഞ്ചി പച്ചമുളക് ചതച്ചത്, അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മളെ മട്ടൻ കുക്കറിൽ വേവിച്ചത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിയൊന്നരൊന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മളെ മെയിനായിട്ടുള്ള സാധനം പുതിന അരച്ചത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് റെഡി ആയതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് തൈര് അതും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ശരിക്കൊന്ന് വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ദമ്മിടണം. അതിനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മല്ലിയില, പുതിന അത് കുറച്ചിടുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതിൻ്റെ മേലെ കുറേശ്ശായിട്ട് 2 സ്റ്റെപ്പായിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് സ്പെഷ്യൽ ചളിങ്ങാട് ദം ബിരിയാണിയാണ്, മട്ടൻ. അപ്പോൾ ദമ്മിലായിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ ദമ്മ് പൊട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന്. അടിപൊളിയായിട്ട് റൈസൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഒന്ന് സെർവ് ചെയ്ത് റെഡിയാക്കുമ്പോൾ നമ്മളെ സ്നേഹിതനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അയാളെയും കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു.
നമ്മളെ വിശ്വേട്ടൻ ഉണ്ട് ഇന്ന് നമ്മളൊപ്പം ഗസ്റ്റായിട്ട്. വിശ്വേട്ടാ ഹായ്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.